ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റാഗി ദോശയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് റാഗി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ കട്ടയായിട്ടൊന്നും കിടക്കരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം നമ്മൾ അതായത് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിന് വെള്ളം ഒഴിച്ച് കട്ട പിടിക്കാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണേ. അപ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് അതിൽ ഒബ്സർവ് ആയിട്ടിരിക്കും. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ദോശ ബാറ്ററിൻ്റെ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി നമുക്ക് അതിലേക്ക് ദോശ കോരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് സമയമൊക്കെ കഴിഞ്ഞു. നമ്മൾ പാനിലേക്ക് ദോശ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. ഞാനപ്പോൾ പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം ഇത് ഇളവി വരുമോ ഇല്ലയെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ കറക്റ്റ് എനിക്കിത് ഇളവി വരുന്നുണ്ട് കേട്ടോ, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിടുകയാണ്. മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി, അത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ ഒരു ഓംലെറ്റ് ചെയ്യുന്നുണ്ട്. ഓംലെറ്റിന് സവാള, തക്കാളി, പച്ചമുളക് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു കടയിലെ ഒരു തട്ട് ദോശ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റാഗി ദോശയിലൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ നമ്മൾ ഓംപ്ലേറ്റ്. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. ഡിന്നറിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ റാഗി ദോശയും നമ്മൾ ഓംപ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കറിയായിട്ട് ഗ്രീൻ പീസ് ചൗച്ചോ ഇട്ട് വെച്ച ഗ്രീൻ പീസ് ആണ് കേട്ടോ. എടുത്ത് വെച്ച ഗ്രീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പറയുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.